പൈസ തരാൻ പോലും താല്പര്യം. മോൾ മാറി നിന്ന് കണ്ണീരൊപ്പ് ചെല്ല്. അക്ബറിന്റെ ട്രൗസറിന്റെ വള്ളിയുണ്ട ഒരു മഞ്ഞ കളറ് കാണുമൊന്ന് എടുത്തു. ഇതൊക്കെ രണ്ടാളെയും താങ്ങണം. അപ്പൊ ആരായിരിക്കും വെയിറ്റ് കൂടുതല്? ഒന്ന് അക്ബർ, ഒന്ന് ശരത്ത്. അക്ബർക്ക് ഇത്തിരി ശരത്തേട്ടൻ ഇത്തിരി വെയിറ്റ് കുറവാണ്. കുഴപ്പമില്ല, ഇതിങ്ങനെ വേണം. അപ്പൊ അതെങ്ങനെ പോകും അല്ലേ? ഡാഡി എവിടെ? ഡാഡി 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 എവിടെ? ഡാഡി ആലിബിനെ കൊണ്ട് അവിടെ സർവൈവ് ചെയ്യുന്നത് ആണോ? ആലിബിനെ നിന്റെ കീശയിലിട്ടിട്ടല്ലോ വരാനുള്ള ഇതേ ഉള്ളൂ. ബിഗ് ബോസ് കപ്പിളായിട്ട് വിളിച്ചേക്കുന്ന ഇൻഡിവിജ്വൽ വരാനുള്ള ഇതേ ഉള്ളൂ. ആ ചെറുക്കൻ അതിനുള്ള ഇതുണ്ടാവൂലായിരിക്കും. അപ്പോഴേ ഗൈസ്, നമ്മുടെ ബിഗ് ബോസിൽ നമ്മുടെ റെനേനെ ഇതുവരെ ആർക്കും സംസാരിച്ച് തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമ്മുടെ നൂറ അതിൽ വിജയിച്ചിരിക്കുകയാണ് ഗൈസ്. നൂറയുടെ പ്രവോക്കിംഗ് കാരണം റെന പോയി കരഞ്ഞു. ഇതുവരെ നമ്മുടെ ഈ ബിഗ് ബോസ് സീസൺ 7 റെനേനെ ഇതുപോലെ ആർക്കും ഊക്കി വിടാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ നൂറയ്ക്കാണ് അത് കഴിഞ്ഞത്. പിന്നെ നമ്മുടെ അപ്പാനി ലാലേട്ടൻ വന്ന് എല്ലാ വീക്കിലും എല്ലാവരോടും പറയുന്ന, നിങ്ങൾ ലാംഗ്വേജ് കറക്റ്റായിട്ട് യൂസ് ചെയ്യണം, നിങ്ങൾ തെറി വിളിക്കാൻ പാടില്ലെന്നുള്ള കാര്യം. നമ്മുടെ അപ്പാനി ഈ വീഡിയോയ്ക്കകത്ത് നൂറേനെ കയറി തെറി വിളിച്ചിട്ട് അത് പബ്ലിക്കായിട്ട് സോറി ചോദിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ തെറി വിളിക്കാതിരിക്കാനാണ് അവർ ശ്രമിക്കേണ്ടത്, അല്ലാതെ തെറി വിളിച്ചിട്ടിങ്ങനെ സോറി ചോദിക്കാനല്ല. അപ്പം പറഞ്ഞാൽ ഇത്രയും വാർണിങ്സ് കിട്ടിയിട്ടും ഇപ്പോഴും ഇവർ ബാഡ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർക്ക് നല്ല പണിഷ്മെൻറ്റ് കിട്ടാത്തത് കൊണ്ടാണ്. അപ്പം എൻ്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബിലോ.